ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട് ഹൂതികൾ. തിരിച്ചടിച്ച് അമേരിക്കൻ നാവികസേന. ആക്രമണം അതിരുവിടുന്നുവെന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ചെങ്കടലിൽ സംഭവിക്കുന്നത്? ചെങ്കടലിനെ കലുഷിതമാക്കിയത് ആര്? കരയുദ്ധം കടലിലേക്കും വ്യാപിക്കുകയാണോ? ഹൂതികളുടെ മിസൈൽ ആക്രമണം, അതിലാടിയുലഞ്ഞ് ലോക വ്യാപാരം. ഇതുവരെ കാണാത്ത സംഭവ വികാസങ്ങൾക്കാണ് ചെങ്കടൽ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ആർമി തങ്ങളുടെ പ്രതികാരാഗ്നി വെസ്റ്റ് ഗാസയിൽ വർഷിക്കുന്നു. ഹമാസിന് പിന്നാലെ ഇസ്രായേലിന് ഭീഷണി ഉയർത്തി ഹിസ്ബുള്ളയും ഹൂതികളും. ഏഷ്യ ഭൂഖണ്ഡത്തെ യൂറോപ്പിലേക്കും US-ലേക്കും ബന്ധിപ്പിക്കുന്ന പ്രധാന കടൽ വ്യാപാര പാതയാണ് ചെങ്കടൽ അഥവാ റെഡ് സീ. ആഗോള ചരക്ക് നീക്കത്തിന്റെ 30% ഈ പാതയിലൂടെയാണ്. ആരാണ് ചെങ്കടൽ കലുഷിതമാക്കിയത്? ഒക്ടോബർ 7-നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ ആക്രമണവും പിന്നാലെയുണ്ടായ ഇസ്രായേലിന്റെ ശക്തമായ തിരിച്ചടിയും. ഹമാസിന് പിന്തുണയുമായി ഹൂതികൾ രംഗത്തു വന്നു. ഇസ്രായേലിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷേ ഇസ്രായേൽ ശക്തമായി ചെറുത്തുനിന്നു. കരമാർഗമുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിനാലാകണം ഹൂതികൾ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. നവംബർ 19-നായിരുന്നു ആദ്യ ആക്രമണം. ഇസ്രായേലി പൗരന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പൽ റാഞ്ചിയെടുത്തു ഹൂതികളുടെ ആദ്യ നീക്കം. ചെങ്കടലിലെ യൂറോപ്പ് അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടു. ഗാസയിൽ തുടരുന്ന ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാതെ ചെങ്കടലിൽ നടത്തിവരുന്ന ആക്രമണത്തിൽ നിന്നും പിന്മാറില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ ഹൂതികൾ? യമനിലെ ന്യൂനപക്ഷ സമുദായമായ സായിദി ഷിയ വിഭാഗത്തിന്റെ സായുധ സേനയാണ് ഹൂതി വിമതർ. യമനിലെ മൊത്തം ജനസംഖ്യയുടെ 35% വരും ഇക്കൂട്ടർ. ഇറാന്റെ പിന്തുണയോടെ യമനിൽ പ്രവർത്തിക്കുന്ന വിമത സംഘടനയെന്ന് പരക്കെ അറിയപ്പെടുന്നു. 2014 മുതൽ യമനിലെ സുന്നി ഭൂരിപക്ഷ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഇക്കൂട്ടർ. യമന്റെ വടക്ക് ഭാഗത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ന് ഇവരുടെ കീഴിലാണ്. ഹൂതികളെ UN തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US ഇവരെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ബൈഡൻ ഭരണത്തിലേറിയപ്പോൾ ഇവരെ ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ പോരാട്ടത്തിൽ ഹൂതികളും പങ്കുചേർന്നിരുന്നു. മധ്യ പടിഞ്ഞാറൻ ഏഷ്യയിൽ ഉയർന്നു വരുന്ന യുദ്ധകാഹളത്തിന്റെ കാരണക്കാർ ആരെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. എങ്കിലും ഇറാനാണ് ഇതിന് പിന്നിലെന്ന് ആരോപണങ്ങളുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ഹമാസിന്റെ ആക്രമണത്തിന് പിന്നിലും ഇറാന്റെ ബുദ്ധിയായിരുന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട്. 80-കൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അയൽ രാജ്യങ്ങളിലെ വിമത സേനകൾക്ക് പിന്തുണ നൽകി വരുന്നു. യമനിൽ ഹൂതികളെ രൂപീകരിച്ചതോടെയാണ് ഇതിന്റെ ആദ്യ ചുവടുവയ്പ്. കൂടാതെ ഇറാഖിലും സിറിയയിലും ഇറാന്റെ വിമത സേന സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗാസയിൽ ഹമാസിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതും ഇക്കൂട്ടർ തന്നെ. ഇന്ന് മധ്യ പടിഞ്ഞാറൻ ഏഷ്യയിൽ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി സായുധ സേനകളാണ്. ഈ വിമത സേനകൾക്കുള്ള സാമ്പത്തിക സഹായവും ആയുധങ്ങളും മറ്റ് പിന്തുണയും നൽകുന്നത് ഇറാനാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകുന്നുവെന്ന ആരോപണം ഇറാൻ നിഷേധിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം ഇറാന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ? സ്വാഭാവികമായും ഏവരിലും സംശയമുണർത്തിയ ചോദ്യം. വിദേശകാര്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് മധ്യേഷ്യയിൽ പ്രധാനമായും മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലെ ഇറാന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നതും ഇറാനെ അലോസരപ്പെടുത്തുന്നു. മധ്യ പടിഞ്ഞാറൻ ഏഷ്യയിൽ അസ്ഥിരത സൃഷ്ടിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ മേധാവിത്വം ഉണ്ടാക്കാനാണ് ഇറാന്റെ പദ്ധതിയെന്നും പറയപ്പെടുന്നു.